വായിച്ചത് അതോ 8 സൂറത്ത് ഇബ്രാഹിം 7 എൻ്റെ ഓർമ്മ. ഏഴല്ലേ? അപ്പോൾ ചരിത്രം രേഖപ്പെടുത്തിയിട്ട് മൂസാ അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, ഇത് തഅദന റബ്ബുക്കും ലഇൻ ശക്കർത്തും ലഅസീദന്നക്കും വലഇൻ കഫർത്തും ഇന്ന അദാബി ലശദീദ്. അതാണ് നമ്മൾ വായിച്ചത്. അപ്പോൾ ചരിത്രം പഠിപ്പിച്ചു കൊടുക്കണം തലമുറകൾക്ക് എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ മൂസാ അലൈഹിസ്സലാം ഈ ചരിത്രം അവരോട് പറയുന്നത് അവർ കുറച്ച് മുമ്പ് നേർക്കുനേരെ കണ്ട സംഭവമാണ് എന്ത് ചെയ്യുന്നത്, അവരെ ബോധ്യപ്പെടുത്തുന്നത്. കടൽ പിളർത്തി നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഫിറൗൻ ഇങ്ങനെയൊക്കെ നിങ്ങളെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞത് എന്താണ്, ഇതൊക്കെ മുന്നിൽ വെച്ചിട്ട് ഇത് ഓർമ്മിപ്പിച്ചിട്ട് നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് കൽപ്പിക്കുന്നു. എന്താ കൽപ്പിക്കുന്നത്? നിങ്ങൾ നന്ദി കാണിച്ചാൽ അള്ളാഹു എന്ത് ചെയ്യും, കൂടുതൽ നൽകും. നന്ദികേടാണ് കാണിക്കുന്നത് എങ്കിലോ അള്ളാഹുവിൻ്റെ ശിക്ഷ അതികഠിനമാണ് എന്നവരെ ബോധ്യപ്പെടുത്തുക. എന്നിട്ട് തുടർന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ ആ വചനം, വഖാല മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇൻ തക്ഫുറു, നിങ്ങൾ നന്ദികേട് കാണിക്കുകയാണെങ്കിൽ, ഇൻ തക്ഫുറു, നിങ്ങൾ നന്ദികേട് കാണിക്കുകയാണെങ്കിൽ, അന്തും, നിങ്ങളും, വമൻ ഫിൽ അർളി ജമീഅ, ഭൂമുഖത്തുള്ളവർ മുഴുവനും. അപ്പൊ നിങ്ങളും ഭൂമുഖത്തുള്ളവർ മുഴുവനും നന്ദികേട് കാണിച്ചാലും ഫഇന്നല്ലാഹ ലഗനിയ്യുൻ ഹമീദ്, ഫഇന്നല്ലാഹ, തീർച്ചയായിട്ടും അല്ലാഹു ലഗനിയ്യുൻ, അവൻ ഐശ്വര്യവാനാണ്, അതോടൊപ്പം തന്നെ ഹമീദ്, സ്തുത്യർഹനുമാകുന്നു. അപ്പം നിങ്ങളും ലോകത്തുള്ള മുഴുവൻ ആളുകളും എന്ത് ചെയ്തു, നന്ദികേട് കാണിച്ചു. എന്നാൽ അള്ളാഹ്ക്ക് എന്തെങ്കിലും പറ്റുക? അള്ളാഹ്ക്ക് എന്തെങ്കിലും സംഭവിക്കുക? ഒന്നും സംഭവിക്കുകയില്ല. കാരണം എന്താണ്, അള്ളാഹ് വനിയാണ്, ഹമീദാണ്. അപ്പം നമ്മളാണ് അള്ളാഹുവിലേക്ക് ആവശ്യക്കാർ. ആയത്ത് പറഞ്ഞു തരാൻ പറ്റുമോ? നമ്മൾ അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ്. അള്ളാണ് വനിയും ഹമീദുമായിട്ടുള്ളവൻ. യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ വനിയുൽ ഹമീദ്. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അൻതുമുൽ ഫുഖറാഉ, നിങ്ങൾ ആവശ്യക്കാരാണ് എന്നാ, നിങ്ങൾ ഫക്കീറന്മാരാണ്, ഇലല്ലാഹി, അള്ളാഹുവിലേക്ക്. അള്ളാഹുവ വല്ലാഹു ഹുവൽ വനിയുൽ ഹമീദ്, അള്ളാഹു അൽ വനിയ്, ഐശ്വര്യവാനാണ്, നിരാശയനാണ്, അൽ ഹമീദ്, സ്തുത്യർഹനുമാണ് എന്ന്. അപ്പൊ റബ്ബിനെ ആശ്രയിക്കാതെ ആർക്കും എന്ത് ചെയ്യാൻ പറ്റൂല, മുന്നോട്ട് പോകാൻ പറ്റൂല. എന്നാൽ റബ്ബ് ആരെയെങ്കിലും ആശ്രയിക്കേണ്ടതുണ്ടോ? ആരെയും ആശ്രയിക്കേണ്ട ആവശ്യം ആർക്കില്ല, റബ്ബിനില്ല. കാരണം റബ്ബ് അല്ലാഹു സ്വമദ്, അല്ലാരാ, നിരാശയനാണ് എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നോക്ക്, അപ്പൊ നമ്മൾക്ക് ലഭ്യമായ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി കാണിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹ് കടുത്ത ശിക്ഷക്ക് വിധേയമാക്കും. നമ്മൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ വേണ്ടി, അതുപോലെ നമ്മളുടെ മാതാപിതാക്കൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്കും നന്ദി കാണിക്കാനുള്ള പ്രേരണ നൽകണമേ എന്നൊരു വിശ്വാസി പ്രാർത്ഥിക്കണം എന്നാ. ആ പ്രാർത്ഥന ഒന്ന് പറഞ്ഞേട്ടോ നിങ്ങളാരെങ്കിലും. ഖുർആൻ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്, ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു വിശ്വാസി നിത്യജീവിതത്തിൽ നിലനിർത്തേണ്ട 3 പ്രാർത്ഥനകൾ, ഒരു പ്രഖ്യാപനം. ആ 3 പ്രാർത്ഥനയും ആ പ്രഖ്യാപനം ഉണ്ടെങ്കിൽ അവർ ചെയ്ത എല്ലാ നന്മകളും അള്ളാഹ് സ്വീകരിക്കും, എല്ലാ പോരായ്മകളും അള്ളാഹ് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കും. എന്നിട്ട് അവർ സ്വർഗാവകാശികളായി തീരും എന്ന് പറഞ്ഞിട്ടുണ്ട്. സൂറത്തു അഹ്ഖാഫിലെ 15-ാമത്തെ ആയത്തിന്റെ പകുതി മുതൽ നല്ല മനുഷ്യനെ പരിചയപ്പെടുത്തുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഖാല റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സ്വാലിഹൻ തർളാഹു വഅസ്ലിഹ് ലീ ഫീ ദുരിയത്തി ഇന്നി തുബ്തു ഇലൈക്
ഇന്നനി മിനൽ മുസ്ലിമീൻ. അവിടെ 3 പ്രാർത്ഥന ഉണ്ട്, 3 പ്രഖ്യാപനമുണ്ട്. ഒന്നാമത്തെ പ്രാർത്ഥന എന്താ? നല്ല മനുഷ്യനാണെങ്കിൽ ഈ പ്രാർത്ഥന ജീവിതത്തിൽ ഉണ്ടാവുന്ന ഖുർആൻ പറഞ്ഞു. എന്താ? റബ്ബി, എൻ്റെ രക്ഷിതാവേ, ഔസിഇനി, നീ എനിക്ക് പ്രേരണ നൽകണമേ, അൻ അഷ്കുറ, ഞാൻ നന്ദി കാണിക്കുന്നവനായി തീരാൻ, നിഅമതക, നിന്റെ അനുഗ്രഹങ്ങൾക്ക്. ഏതാണ് അനുഗ്രഹം? അല്ലത്തി അന്നംത അലയ്യ, എനിക്കു നീ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക്. പോരാ, വാല വാലിദയ്യ, എൻ്റെ മാതാപിതാക്കൾക്കും. അപ്പം നമ്മളുടെ മാതാപിതാക്കൾക്കും നമ്മൾക്കും അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ആ ഒരു പ്രാർത്ഥന ഒരു വിശ്വാസി നിത്യജീവിതത്തിൽ നിലനിർത്തണം എന്നാ ഖുർആൻ പറഞ്ഞത്. നല്ല മനുഷ്യന്റെ ഗുണം പറഞ്ഞതാണ് അവിടെ. അതിൻ്റെ അടുത്ത ആയത്ത്, നീ ഇഷ്ടപ്പെടുന്ന നല്ല പ്രവർത്തനം ചെയ്യാൻ, വാന അമല സ്വാലിഹൻ തർലാഹു. അടുത്ത പ്രാർത്ഥന, 3ാമത്തെ പ്രാർത്ഥന, വസുലിഹി ഫി ദുരിയത്തിന, എൻ്റെ സന്താനങ്ങളിൽ നിന്ന് നീ എനിക്ക് നന്മ നൽകണമേ എന്ന്. പിന്നെ ഒരു പ്രഖ്യാപനാണ്, ഇനി തുബുത്തുയിലേക്ക്, ഇന്നനി മിനൽ മുസ്ലിമീൻ എന്നുള്ളത്. അങ്ങനെ അപ്പോൾ ആ പ്രഖ്യാപനവും 3 പ്രാർത്ഥനയും അതിനനുസരിച്ച് പ്രവർത്തനവും ഉണ്ടായാൽ, ഉലൈകല്ലദീന നതഖബ്ബലു അൻഹും അഹ്സന മാ അമിലു വനതജാവസു അൻ സയ്യിആതിഹിം എന്നാണ് അടുത്ത ആയത്തിൽ പറഞ്ഞത്. അവർ ചെയ്ത നന്മക്ക് അള്ളാഹ് സ്വീകരിക്കും, തിന്മകളൊക്കെ പുറത്തു കൊടുക്കും. അവർ സ്വർഗാവകാശികളാണ്. അസ്ഹാബുൽ ജന്ന വഅദ സിദ്ഖില്ലദീ കാനൂ യുഅദൂൻ, അത് അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സത്യസന്ധമായ വാഗ്ദാനമാണ് എന്ന്. അപ്പോൾ നോക്ക്, അവിടെ പ്രധാനപ്പെട്ട പ്രാർത്ഥന എന്താ? അള്ളാഹ് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാനുള്ള പ്രേരണ നൽകണമേ എന്ന്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കലുണ്ടോ? നമ്മൾ അള്ളാഹ് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാറുണ്ടോ? ഇനി നന്ദി കാണിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങളും നന്ദി കാണിച്ചില്ല, നമ്മളോട് പറയാം, ലോകത്തുള്ള മുഴുവൻ ആൾക്കാരും നന്ദി കാണിച്ചില്ല. മൂസാ അലൈഹി സ്വലാം സമൂഹത്തോട് പറഞ്ഞ, പക്ഷെ നമ്മൾക്കും കൂടി ബാധകമാണ് അത്. ഖുർആൻ അതുകൊണ്ടാണ് അത് എടുത്ത് പറഞ്ഞത്. അതുകൊണ്ട് അള്ളാഹ്ക്ക് ഒന്നും സംഭവിക്കാനില്ല. കാരണം അള്ളാഹു അൽ അനീയ് അൽ ഹമീദ്, സ്തുത്യർഹനാണ് അള്ളാഹു, അങ്ങേയറ്റം ഐശ്വര്യവാനാണ് അള്ളാഹു. അപ്പോൾ നമ്മളാണ് അള്ളാഹുവിലേക്ക് ആവശ്യക്കാർ. അതുകൊണ്ട് ആ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ റബ്ബിനോട് എന്ത് ചെയ്യണം? നന്ദി കാണിക്കണം. നമ്മളെ ആവശ്യത്തിനനുസരിച്ചാണ് നമ്മൾ ഇടപെടലുകൾ നടത്തുക, അല്ലേ? ദുനിയാവെന്നെ ആലോചിച്ച് നോക്ക്. നമ്മളൊരു അത്യാവശ്യക്കാരനാണെങ്കിൽ ഞാനാണ് വന്നോളാം ആചാര്യെന്ന് അറിയും, അല്ലേ? ആചാര്യ വിളിച്ചിട്ട് ഞാൻ എന്താ വൈകുന്നേരം വരുമ്പോൾ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ നമ്മളെന്താ പറയുക? വേണ്ട, ഞാനിപ്പാണ്ട് വരാറിയും. കാരണം എന്താ? നമ്മളാണ് ആവശ്യക്കാരൻ. അതുകൊണ്ട് അപ്പോൾ ആ ഒരു രീതി ദുനിയാവിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിനേക്കാൾ ഉപരി സൃഷ്ടിച്ച നാഥൻ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ എണ്ണിക്കണക്കാക്കാൻ പറ്റൂല. വൈൻ തഅദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ, അല്ലേ? അല്ലാഹ് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ എണ്ണിക്കണക്കാക്കാൻ പറ്റുകയില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ബോധം നമുക്കുണ്ടാവുക. എന്നിട്ട് വേറെ ചില ചരിത്രങ്ങൾ ഖുർആൻ എടുത്തു പറയാം. അലം യഅ്തികും നബഉല്ലദീന മിൻ ഖബ്ലികും ഖൗമു നൂഹിൻ വആദ് وثمود والذين من بعدهم لا يعلمهم إلا الله جاءتهم رسلهم بالبينات فردوا أيديهم في أفواههم وقالوا إنا كفرنا بما أرسلتم به وإنا لفي شك مما تدعوننا إليه مريب. എന്താ? അലം എഴുത്തിക്കും, നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലയോ? അത്തായി എഴുത്തി തന്നെ വന്നൂതാ. നിങ്ങൾക്ക് വന്നിട്ടില്ലയോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലയോ? എന്ത്? നബഉൻ, വാർത്ത. നബ അല്ലേ? സൂറത്തുൻ നബ ഒക്കെ ഉണ്ടല്ലോ. എന്താ? അമ്മയതസാഅലൂൻ അനിൻ നബഇൽ അളീം, അല്ലേ? അമ്മയതസാഅലൂൻ. ഒരിക്കൽ അങ്ങാടിയിൽ ഒരു 4 ആൾ കൂടി നിൽക്കാണ്ട് അമ്മയതസാഅലൂൻ, ഇവരുടെ ചോദ്യമാണ് അമ്മയതസാഅലൂൻ. അപ്പോൾ മറ്റവൻ്റെ മറുപടി ഉണ്ട് അനിൻ നബഇൽ അളീം. നേരം കൊടുത്തപ്പോൾ അങ്ങാടിയിൽ. അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പ് പോലും ലേണിംഗ് സ്കൂളിൽ നിന്ന് സൂറത്തു നബ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 2 ദിവസം മുമ്പാണ് അതൊരു പോലീസ് റെയ്ഡൊക്കെ നടന്നിട്ടുണ്ട് വീട്ടിൽ.
അപ്പം മറ്റോ വന്നിട്ട് ചോദിക്കുക അമ്മയത്തെ സാലൂൻ. അപ്പം മറ്റോൻ്റെ മറുപടി അനിന്നബയിൽ. മനസ്സിലായില്ലേ? അപ്പം നബ വാർത്ത. അപ്പൊ അലമ്യത്തിക്കും നിങ്ങൾക്ക് വന്നിട്ടില്ലയോ നബഉല്ലദീന മിൻ ഖബലിക്കും നിങ്ങളുടെ മുൻഗാമികളുടെ വാർത്ത. അപ്പൊ മുൻഗാമികളുടെ ചരിത്രം നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? ആരൊക്കെയാണത്? ഖൗമി നൂഹിൻ, നൂഹ് അലൈഹിസ്സലാമയുടെ സമൂഹം, ആദ് സമൂഹം, ഹൂദ് അലൈഹിസ്സലാമയുടെ ആദ് സമൂഹം, സമൂദ്, അതുപോലെ തന്നെ സ്വാലിഹ് അലൈഹിസ്സലാമയുടെ സമൂദ് ഗോത്രം. വല്ലദീന മിൻ ബഅദിഹിം അവർക്ക് ശേഷം വന്നവരും ലാ യഅലമുഹും ഇല്ലല്ലാഹ് അല്ലാഹുവിനല്ലാതെ അവരെ കുറിച്ച് എന്ത് ചെയ്യൂല, അറിയുകയില്ല. ലാ യഅലമുഹും അവരെ കുറിച്ച് അറിയുകയില്ല, ഇല്ലല്ലാഹ് അല്ലാഹുവിനല്ലാതെ. എന്ന് വെച്ചാൽ ഈ ചരിത്രമൊക്കെ ആരാ നമുക്ക് പറഞ്ഞു തന്നത്? നൂഹ് അലൈഹിസ്സലാം 950 വർഷം ജീവിച്ചു എന്ന് ഖുർആൻ പറഞ്ഞു തന്നതുകൊണ്ടല്ലേ നമ്മൾ അറിയുന്നത്, അല്ലേ? അതുപോലെ ആദ് സമൂഹത്തിന്റെ ചരിത്രം ആരാ പറഞ്ഞത്? ഖുർആൻ പറഞ്ഞു തന്നു. സമൂദ് ഗോത്രം, അല്ലെ? പാറക്കുള്ളിൽ നിന്ന്, മലക്കുള്ളിൽ നിന്ന് ഒട്ടകം പുറത്തു വന്നു. അങ്ങനെ ഓരോ സമൂഹത്തിനും അള്ളാഹ് കൊടുത്ത അനുഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെ? നൂഹ് അലൈഹിസ്സലാം ആ സമൂഹത്തിന്റെ വാർത്ത നിങ്ങൾക്ക് കേട്ടിട്ടില്ലേ? 950 കൊല്ലം പ്രബോധനം നടത്തി. എന്നിട്ടും ആ സമൂഹം എന്ത് ചെയ്തു? വിശ്വസിക്കാൻ തയ്യാറായില്ല. അവസാനം വലിയ പ്രളയം വന്നു. ആധുനിക കാലഘട്ടത്തിൽ പറഞ്ഞ സുനാമി വന്നു. സുനാമി വന്നിട്ട് എന്ത് ചെയ്തു? ഒന്നാകെ നശിപ്പിക്കപ്പെട്ടു. നൂഹ് അലൈഹിസ്സലാമയുടെ കപ്പലിൽ കയറിയവർ മാത്രം എന്ത് ചെയ്തു? രക്ഷപ്പെട്ടു. അപ്പൊ കപ്പൽ നിർമ്മിക്കാൻ ആരാ നിർദ്ദേശം നൽകിയത്? അതിന്റെ എഞ്ചിനീയറിംഗ് ആരാ പഠിപ്പിച്ചു കൊടുത്തത്? ആ ടെക്നോളജി അള്ളേ പഠിപ്പിച്ചു കൊടുത്തത്, അല്ലേ? ബി അഅ്യുനിന വ വഹീന എന്ന ഖുർആന്റെ പ്രയോഗം. നമ്മുടെ മേൽനോട്ടത്തിലും നമ്മളുടെ നിർദ്ദേശം അനുസരിച്ചും എന്ത് ചെയ്യണം? നീ കപ്പൽ പണിയാണെന്ന. അപ്പൊ കപ്പലിൽ ഒരുപാട് അറകളുണ്ടായിരുന്നു എന്നാ. എന്താ കാരണം? എല്ലാത്തിനും ഒരറയിൽ കയറ്റാൻ പറ്റൂല. അപ്പൊ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടിപിടി വിടുന്ന ജീവികൾ ഉണ്ടെങ്കിൽ ഓരോന്നിനും ഓരോ അറയിൽ കയറ്റണം. അപ്പൊ ഇതൊക്കെ റബ്ബിന്റെ നിർദ്ദേശപ്രകാരം റബ്ബിന്റെ മേൽനോട്ടത്തിൽ നൂഹ് അലൈഹിസ്സലാം കപ്പൽ പണിതു, അല്ലെ? എന്നിട്ട് ആ ചരിത്രം നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ എന്ന്. ധിക്കരിച്ച നൂഹ് അലൈഹിസ്സലാമയുടെ മകനും ഭാര്യയും പോലും എന്ത് ചെയ്തില്ല? രക്ഷപ്പെട്ടിട്ടില്ല. അപ്പം ആലോചിച്ച് നോക്കുക, ആ ചരിത്രത്തിൽ നിന്ന് പഠിച്ചു നോക്കുക. എന്താണ് നല്ലത്? അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കലാണോ നല്ലത്, അതല്ല കീഴ്പ്പെടാതെ ജീവിക്കലാണോ നല്ലത് എന്ന് ഈ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കിക്കൂടേത്. അപ്പൊ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കിയാൽ എന്താ കിട്ടുക? നൂഹ് അലൈഹിസ്സലാമയുടെ ചരിത്രം പഠിച്ചാൽ എന്താ കിട്ടുക? നൂഹ് അലൈഹിസ്സലാമിയെയും വിശ്വാസികളെയും അള്ളാഹ് രക്ഷപ്പെടുത്തി, അല്ലാത്തവരെ അള്ളാഹ് എന്ത് ചെയ്തു? മുക്കിക്കൊന്നു. അപ്പൊ അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കലാണ് രക്ഷപ്പെടാൻ ഏറ്റവും നല്ലത് എന്നതാണ് എന്നിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അടുത്തത് പിന്നെ ആരുടേതാ പറഞ്ഞ? ആദ് സമൂഹം, അല്ലെ? ആദ് സമൂഹം, അവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞ എന്താ? അവരെ പോലെ ഒരു ടീമിനെ അള്ളാഹ് ഇവിടെ ഭൂമുഖത്ത് എന്ത് ചെയ്തിട്ടില്ല എന്നാ പറഞ്ഞ്? പടച്ചിട്ടില്ല. അവര് മരിച്ചു കിടക്കുന്നതിനെ ഖുർആൻ ഏതിനോടാ ഉപമിച്ചത്? കന്നഹും അഅജാസു നഖ്ലിൻ ഖാവിയ. ഈത്തപ്പനടി വീണിറക്കണ മാതിരി ഉണ്ടായിന്ന് നമ്മളൊക്കെ പറയലുണ്ട്, പന വെട്ടി തള്ളിയിട്ട മാതിരി, അല്ലെ? അത്രയും ആചാരബാഹുക്കളായിരുന്നു ആദ്യ സമൂഹം എന്നാ. മാത്രമല്ല വാമ്പിച്ച സമ്പന്നരായിരുന്നു എന്നാ. ഒരു തരം തൈലമായിരുന്നു, ചെടികളിൽ നിന്ന് ലഭിക്കുന്ന ഒരു തരം തൈലമായിരുന്നു അവർ കയറ്റി അയച്ചിരുന്നത് എന്നാ. അപ്പൊ ചെറിയൊരു ഗോത്രം, പക്ഷെ വമ്പൻ സമ്പന്നര്. അതുപോലെ തന്നെ അങ്ങേറ്റം ആചാരബാഹുക്കളായിട്ടുള്ള ആളുകൾ. പൊങ്ങച്ചത്തിന് വേണ്ടി മലമുകളിൽ അഥവാ നല്ല സൈറ്റുള്ള ഏരിയകളിലൊക്കെ അവരെന്ത് ചെയ്തു? വലിയ വലിയ വീടുകൾ എടുത്തു. തൻഹിതൂന മിനൽ ജിബാലി ബുയൂതൻ ഫാരിഹീൻ എന്ന് കാണാം. പൊങ്ങച്ചത്തിന് വേണ്ടി വലിയ വീടുകൾ നിർമ്മിച്ചവരാ, സൗകര്യത്തിനല്ല, പൊങ്ങച്ചത്തിന് വേണ്ടി. ആ സമൂഹത്തെ അള്ളാഹ് നശിപ്പിച്ചു. തൗഹീദ് ആദ് സമൂഹം ഹൂദ് അലൈഹിസ്സലാമയുടെ ആ പ്രബോധനം ഉൾക്കൊണ്ടില്ല, റബ്ബിന്റെ കൽപ്പനക്കെതിരായി പ്രവർത്തിച്ചു. അപ്പൊ അള്ളാഹ് അവരെ നശിപ്പിച്ചു. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലേ? അപ്പൊ ഇതിൽ പാടല്ലേ? പാടെന്താണ്? ഹൂദ് അലൈഹിസ്സലാമയെ അള്ളാഹ് രക്ഷപ്പെടുത്തി, ആദ് സമൂഹത്തെ ധിക്കാരികളെ അള്ളാഹ് ശിക്ഷിച്ചു. അപ്പം
അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടത് എന്താ? അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് വിധേയമായി ജീവിച്ചാലേ അള്ളാഹ് എന്ത് ചെയ്യുള്ളൂ? രക്ഷപ്പെടുത്തുള്ളൂ എന്നല്ലേ തിരിച്ചറിയേണ്ടത്. സമൂദ് ഗോത്രം അല്ലേ? സമൂദ് ഗോത്രം സ്വാലിഹ് അലൈഹിസ്സലാമയുടെ സമൂഹമാണ്. അവർ ആവശ്യപ്പെട്ടതനുസരിച്ചായിരുന്നു അവർക്ക് തെളിവായി അള്ളാഹ് എന്തിനെ കൊടുത്തത്? ഒട്ടകത്തെ കൊടുത്തത്. ഒട്ടകം പാറക്കുള്ളിൽ നിന്ന് മല ഒട്ടകത്തെ പ്രസവിച്ചു എന്നാ അല്ലെ? മലക്കുള്ളിൽ നിന്ന് ഒട്ടകം ഇറങ്ങി വന്നു. പക്ഷെ ആ ഒട്ടകം വലിയ പരീക്ഷണമായി അവർക്ക്. എന്തേ? ആ ഗോത്രം ഉപയോഗിച്ചിരുന്ന ഒരു കിണറാണ്. ഒട്ടകം വന്നിട്ട് ഈ കിണറിലെ വെള്ളം ഒന്നായിട്ട് കുടിച്ചു വെക്കും. ആൾക്കാർക്ക് വെള്ളം കിട്ടൂല. അവസാനം പ്രശ്നമായപ്പോൾ ഒട്ടകത്തിനും ജനങ്ങൾക്കും മൂളം വെച്ചുകൊടുത്തു. രാവിലെ ഒട്ടകം വരികയാണെങ്കിൽ വൈകുന്നേരം ആരെടുക്കുക? മനുഷ്യന്മാരെടുക്കുക. വല്ലാത്ത പരീക്ഷണമായി. അവസാനം അവരിൽ ഒരു 9 അംഗ ഗുണ്ടാസംഘം ഉണ്ടായിരുന്നു. തിസ്അത്തു റഹത്ത്. അവർ ആ ഒട്ടകത്തെ എന്ത് ചെയ്തു? ഫഅഖറൂഹ. അവർ അതിനെ അറുകൊല നടത്തി. അതിനൊരു ഘോര ശബ്ദം കമഴ്ന്ന് കിടക്കെ ആ സമൂഹം എന്ത് ചെയ്തു? നശിപ്പിക്കപ്പെട്ടു. അറിഞ്ഞിട്ടില്ലേ നീ? അലം യഅതികും നബഉല്ലദീന മിൻ ഖബ്ലിക്കും. മുൻഗാമികളുടെ ചരിത്രം നിങ്ങൾ പഠിച്ചിട്ടില്ലേ എന്നതാണ് ഖുർആന്റെ ചോദ്യം. അതുപോലെ വല്ലദീന മിൻ ബഅദിഹിം, അവർക്ക് ശേഷം വന്ന ഒരുപാട് ടീമുകൾ വേറെയുണ്ട്. വല്ലദീന മിൻ ബഅദിഹിം, ഈ നൂഹ് അലൈഹിസ്സലാം, അതുപോലത്തെ നൂഹ് അലൈഹിസ്സലാമയുടെ സമൂഹം, ഹൂദ് അലൈഹിസ്സലാമയുടെ ആദ്, അതുപോലെ തന്നെ സമൂദ് ഗോത്രം സാലിഹ് അലൈഹിസ്സലാമ, ഇവർക്ക് ശേഷം വന്നിട്ടുള്ള സമൂഹങ്ങൾ ലാ യഅലമുഹും ഇല്ലല്ലാഹ്, അവരെക്കുറിച്ച് പൂർണ്ണമായി അറിയുന്നവൻ ആര് മാത്രാണ്? അള്ളാഹുവാണ്. പക്ഷെ അവരൊക്കെ പടച്ചവൻ എന്ത് ചെയ്തു എന്നാ പറഞ്ഞത്? ധിക്കരിച്ചപ്പോൾ എന്ത് ചെയ്തു? ശിക്ഷക്ക് വിധേയമാക്കി. ഈ ചരിത്രം നിങ്ങൾക്ക് ലഭ്യമായിട്ടില്ലേ? നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചാൽ എന്താണ്? ആ ചരിത്രത്തിൽ നിന്ന് എന്ത് ചെയ്യണം? പാഠം ഉൾക്കൊള്ളണം അല്ലേ? ഇപ്പൊ നമ്മൾ നാട്ടിലൊരു അസുഖം ഒരാൾക്കുണ്ടെങ്കിൽ അത് മറ്റോനുണ്ടായ അസുഖം തന്നെയാണല്ലത്. അല്ല, അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലേനോ എന്ന് ചോദിക്കൂല്ലേ? അയാൾക്ക് വേറൊരാൾക്കൊരു അസുഖം ഉണ്ടായി, അതേ അസുഖം പുറത്തുണ്ടായാലും എന്ത് ചെയ്യും? അല്ല, അയാളെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലേനോ, പഠിച്ചിട്ടില്ലേനോ എന്ന്. എന്താ? അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടാൽ മതി. അവിടെ എങ്ങനെയാണ് ആ ട്രീറ്റ്മെൻറ്റ് എന്ന് ചോദിച്ചാളാ. മുപ്പരവസാനം കഴിച്ചിലായി അല്ലെങ്കിൽ കഴിച്ചിലായിട്ടില്ല, അതൊന്ന് പഠിച്ചാലേണ്ടി എന്ന് പറയും അല്ലേ? ഒന്നിനെ മറ്റൊന്നു കൊണ്ട് തുലനം ചെയ്തിട്ട് എന്ത് ചെയ്യും? മനുഷ്യൻ ബുദ്ധിയുള്ളവനാ പഠിക്കും. അപ്പൊ ചരിത്രം എന്തിനാണ്? പാഠം ഉൾക്കൊള്ളാനാണ്. ആ പാഠം ഉൾക്കൊള്ളാൻ ഈ ചരിത്രങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്തായിരുന്നു ഇവരുടെ പ്രശ്നം? ജാഅത്തുഹും റുസുലുഹും ബിൽ ബയ്യിനാത്ത്, വ്യക്തമായ തെളിവുകളുമായി അവരുടെ പ്രവാചകന്മാർ അവരിലേക്ക് വന്നു. ജാഅത്തുഹും, അവരിലേക്ക് വന്നു. ആര് വന്നു? റുസുലുഹും, അവരുടെ പ്രവാചകന്മാർ വന്നു. ബിൽ ബയ്യിനാത്ത്, വ്യക്തമായ തെളിവുകളുമായിട്ടാണ് അവർ വന്നത്. അപ്പോൾ അവർ മടക്കി, ഐദിയഹും, അവരുടെ കൈകളെ എങ്ങോട്ട് മടക്കി? ഇല അഫ്വാഹിം, അവരുടെ വായകളിലേക്ക് അവരുടെ കൈകളെ മടക്കി. അപ്പൊ പ്രവാചകന്മാര് അവരെ പ്രബോധനം നടത്തിയെന്നാണ്. അപ്പൊ പ്രബോധനം നടത്തിയപ്പോൾ അവർ അവരുടെ വായകൾ എന്ത് ചെയ്തു എന്നാ പറഞ്ഞത്? ആ വായകളിലേക്ക് അവരുടെ കൈകളെ മടക്കി എന്ന് പറഞ്ഞാൽ വായ പൊത്തിപ്പിടിച്ചു, അതല്ലെങ്കിൽ വിരല് കടിച്ചു എന്നൊക്കെയാണ് മുഫസ്സിറുകൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും അവർ ആ പ്രബോധനം ഉൾക്കൊള്ളാൻ തയ്യാറാവാതെ വഖാലു, അവർ പ്രഖ്യാപിച്ചു, ഇന്നാ കഫർനാ, തീർച്ചയായും ഞങ്ങൾ അവിശ്വസിച്ചിരിക്കുന്നു. ഇന്ന, തീർച്ചയായിട്ടും ഞങ്ങൾ, കഫർന, ഞങ്ങൾ അവിശ്വസിച്ചിരിക്കുന്നു, ബിമാ ഉർസിൽതും ബിഹി, നിങ്ങൾ ഏതൊന്നുമായിട്ടാണോ നിയോഗിക്കപ്പെട്ടത് അതിനെ ഞങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? ഇതാ അവിശ്വസിച്ചിരിക്കുന്നു. അപ്പൊ നിങ്ങൾ കൊണ്ടുവന്ന ദൈവികമായിട്ടുള്ള അള്ളാഹുവിന്റെ തെളിവുകളെ, ദൃഷ്ടാന്തങ്ങളെ, ആയത്തുകളെ, ബയ്യിനാത്തുകളെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? നിഷേധിക്കുന്നു. ഞങ്ങൾ അതിനെ അവിശ്വസിച്ചിരിക്കുന്നു. വഇന്നാ ലഫീ ശക്കിൻ, തീർച്ചയായും ഞങ്ങൾ സംശയത്തിലാണ്. വഇന്നാ ലഫീ ശക്കിൻ, തീർച്ചയായും ഞങ്ങൾ സംശയത്തിലാണ്. മിമ്മാ തദ്ഊനനാ ഇലൈഹി അലൈഹിസ്സലാം, മിമ്മാ തദ്ഊനനാ, നീ ഞങ്ങളെ ക്ഷണിക്കുന്ന കാര്യത്തിൽ,
മിമ്മാ തദ്ഉ, നീ ക്ഷണിക്കുന്നു ഞങ്ങളെ. അപ്പൊ നീ ഞങ്ങളെ ക്ഷണിക്കുന്ന കാര്യത്തിൽ മുരീബ്, ഞങ്ങൾ ആരാന്നാ പറഞ്ഞത്? സംശയാലുക്കളാണ്. മിമ്മാ തദ്ഉനനാ ഇലൈഹി മുരീബ്. അപ്പൊ ഏതൊന്നിലേക്കാണോ നീ ഞങ്ങളെ ക്ഷണിക്കുന്നത് ആ കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. അടിസ്ഥാനപരമായി ഏതിലേക്കാ പ്രവാചകന്മാരെ ക്ഷണിച്ചത്? ഒന്ന്, ഏകദൈവ വിശ്വാസത്തിലേക്കല്ലേ. അള്ളാഹു ഏകനാണ്, ആ ഏകനായ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. രണ്ട്, മരണാനന്തരം എന്തുണ്ട്? ജീവിതമുണ്ട്. ആ ജീവിതത്തിൽ നിങ്ങളുടെ കർമ്മങ്ങൾക്ക് നിങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ എന്ത് ചെയ്യേണ്ടി വരും? മറുപടി പറയേണ്ടി വരും. അപ്പൊ ഇതു രണ്ടിനെയും അവർ എന്ത് ചെയ്തു? നിഷേധിച്ചു. ഞങ്ങൾക്കത് ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല, ഞങ്ങൾ തീർച്ചയായും സംശയത്തിലാണ്. മുരീബ്, അള്ളാഹു ഏകനാണ് എന്നതിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. മരണാനന്തരം മനുഷ്യൻ മണ്ണിനോട് അടിഞ്ഞു പോയാൽ മണ്ണിൽ ഇഴുകിച്ചേർന്നാൽ വീണ്ടും ആ മനുഷ്യൻ പുനർജീവിപ്പിക്കപ്പെടുകയും അവനെ വിചാരണ ചെയ്യപ്പെടുകയും ചെയ്യുക, ഇതിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ഏതൊന്നിലേക്കാണോ നീ ഞങ്ങളെ ക്ഷണിക്കുന്നത് അതിനെ ഞങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു എന്നാ പറഞ്ഞത്? നിഷേധിച്ചിരിക്കുന്നു. അപ്പൊ സത്യനിഷേധികളായ ആളുകൾ പ്രവാചകന്മാരോട് പറഞ്ഞ കാര്യമാണ്. അവർ ഒരിക്കലും അത് അംഗീകരിക്കാൻ തയ്യാറായില്ല പ്രവാചകന്മാർ കൊണ്ടുവന്നതിന്. അപ്പോൾ പ്രവാചകന്മാർ തിരിച്ചുന്നയിച്ച ചോദ്യം എന്താണ്? ഖാലത്ത് റുസുലുഹും, ഖാലത്ത് ചോദിച്ചു, റുസുലുഹും അവരുടെ പ്രവാചകന്മാർ ചോദിച്ചു. അപ്പൊ അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാർ അവരവരുടെ സമൂഹങ്ങളോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? അഫില്ലാഹി ശക്കുൻ, അഫില്ലാഹി, അള്ളാഹുവിന്റെ കാര്യത്തിലാണോ ശക്കുൻ, നിങ്ങൾക്ക് സംശയിക്കുന്നത്? അല്ലെ, അള്ളാഹു ഏകനാണ് എന്ന കാര്യത്തിലാണോ നിങ്ങൾക്ക് സംശയം? ആരാണ് അള്ളാഹു? ഫാത്തിരിസ്സമാവാതി വൽ അർള്, ഫാത്തിരിസ്സമാവാതി വൽ അർള്, ഭൂമിയെയും ആകാശങ്ങളെയും മാതൃക കൂടാതെ സൃഷ്ടിച്ചവൻ. ഫാത്തിർ, ബദിയഉസ്സമാവാതി വൽ അർള്, മാതൃക കൂടാതെ. ഒരു മുമ്പേ ഒരു മാതൃക ആകാശത്തിന് ഭൂമിക്ക് ഇല്ല. യാതൊരു മാതൃകയും ഇല്ലാതെ ഈ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച നാഥൻ. ഇപ്പൊ ഇന്നലെ ഇവിടെ ഒരു റിപ്പോർട്ട് കണ്ടു, ഭയങ്കര ഒരു പ്രകാശം. 2005 ആ പ്രകാശം കണ്ടിട്ടുണ്ട് ആകാശ ലോകത്ത്. ഭയങ്കര പ്രകാശം തന്നെ, അത്തരത്തിലുള്ള ഒരു പ്രകാശം ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു എന്നാ പറഞ്ഞത്. പക്ഷെ ആ പ്രകാശം ശാസ്ത്രജ്ഞരെ ഭീതിപ്പെടുത്തിയിരുന്നു എന്നാണ്. അപ്പോൾ ശാസ്ത്രജ്ഞർ അതിന്റെ പിന്നാലെ പോയി ഇപ്പൊ അത് കണ്ടെത്തിയിട്ടുണ്ട്. എന്താ? ഭൂമിയൊക്കെ രൂപപ്പെടുന്നതിന്റെ മുമ്പ് ഏതോ ഒരു നക്ഷത്രം പൊട്ടിത്തെറിക്കുന്ന പ്രകാശമാണ്. അപ്പൊ അത് എത്രയോ കോടിക്കണക്കിന് പ്രകാശവർഷ അകലത്തിലാണ് ആ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഭൂമി രൂപപ്പെടുന്നതിന്റെ മുമ്പ് പൊട്ടിത്തെറിച്ച് തകർന്നതിന്റെ ആ വെളിച്ചപ്പം ചെയ്യുന്നുള്ളൂ, ഇങ്ങോട്ട് എത്തുന്നുള്ളൂ. ആണിപ്പം കണ്ടത്. ആലോചിക്കട്ടെ, ഈ പ്രപഞ്ചം എത്രയാണ് അതിൻ്റെ അതിൻ്റെ വിശാലത. ഇന്നാല മൂസിയോന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രപഞ്ചത്തെ നാം എന്ത് ചെയ്യും? വികസിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഭൂമി രൂപപ്പെടുന്നതിൻ്റെ മുമ്പ് എത്രയോ പ്രകാശവർഷ അകലെ പൊട്ടിത്തെറിച്ച് കത്തിത്തീർന്ന ഒരു നക്ഷത്രത്തിന്റെ പ്രകാശമായിരുന്നു അത്. അപ്പൊ അത് ഇപ്പോഴേ ഭൂമിക്ക് എത്തുന്നുള്ളൂ. നമ്മൾ സാധാരണ പറയാറുണ്ട്, ഇപ്പം നമ്മൾ കാണുന്ന പല നക്ഷത്രങ്ങളും അവിടെ ഇല്ല, കാരണം അത് നശിച്ചു പോയിട്ടുണ്ടാവും. പക്ഷെ ആ നക്ഷത്രത്തിന്റെ പ്രകാശം എപ്പോഴും എന്ത് ചെയ്തിട്ടില്ല? ഭൂമിക്ക് എത്തി തീർന്നിട്ടില്ല, എത്തണുള്ളൂ. കാരണം അത്രയും അകലത്തിലാണ് അത് എന്ന്. അപ്പൊ ഈ പ്രപഞ്ചം ഒന്ന് എടുത്തു നോക്കിയാട്ടെ. അപ്പൊ ഈ പ്രപഞ്ചത്തെ അഖിലം, ഭൂമിയെയും ആകാശങ്ങളെയും സൃഷ്ടിച്ച മാതൃക കൂടാതെ സൃഷ്ടിച്ച റബ്ബിന്റെ കാര്യത്തിലാണോ നിങ്ങൾക്ക് സംശയം? പിന്നെ നിങ്ങളെ കാര്യത്തിൽ എന്ത് പറയാനാണ്? ആ സൃഷ്ടാവിന്റെ കാര്യത്തിൽ തന്നെ നിങ്ങൾ സംശയിക്കുകയാണെങ്കിൽ, പക്ഷേ ആ സൃഷ്ടാവ് യദൂക്കും
നിങ്ങളെ ക്ഷണിക്കുന്നത്, പ്രവാചകന്മാരിലൂടെ നിങ്ങളെ ക്ഷണിക്കുന്നത് ലിയഗ്ഫിറ ലക്കും മിൻ ദുനൂബിക്കും, ലിയഗ്ഫിറ ലക്കും നിങ്ങൾക്ക് പുറത്തു തരാനാണ്, മിൻ ദുനൂബിക്കും നിങ്ങളുടെ പാപങ്ങൾ. അപ്പൊ പ്രവാചകന്മാർ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം നന്മയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് അവർ നിങ്ങളോട് കൽപ്പിക്കുന്നു. അതിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കാവുന്ന നേട്ടം എന്താണ്? ലിയഗ്ഫിറ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപം അവൻ എന്ത് ചെയ്യും? പുറത്തു തരും. അപ്പൊ അള്ളാഹുവിന്റെ കൽപ്പനക്ക് വിധേയമായി ജീവിച്ചാൽ അള്ളാഹ് എന്ത് ചെയ്യുന്ന പറഞ്ഞത്? നമ്മളുടെ പാപങ്ങൾ എന്ത് ചെയ്യും? പുറത്തു വരും. മുമ്പ് കഴിഞ്ഞു പോയ പാപങ്ങളൊക്കെ എന്ത് ചെയ്യും? ഇസ്ലാമിലേക്ക് വരുന്നതോടുകൂടി അതെന്ത് ചെയ്യും? അള്ളാഹ് മായ്ച്ചു കളയും, പുറത്തു കിട്ടും അല്ലെ? ഇസ്ലാമിലേക്ക് ഒരാൾ കടന്നു വന്നാൽ അയാൾ ഷഹാദത്ത് ചൊല്ലി മുസ്ലിമായി തീരുന്നതോടുകൂടി എന്ത് ചെയ്യും? അയാളുടെ മുമ്പ് കഴിഞ്ഞു പോയ പാപങ്ങളൊക്കെ അള്ളാഹ് പുറത്തു കൊടുക്കും. അപ്പൊ ഒന്ന്, റബ്ബ് നിങ്ങളെ ക്ഷണിക്കുന്നത് ആ റബ്ബിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നതിലൂടെ നിങ്ങളുടെ പാപങ്ങൾ ആ റബ്ബ് നിങ്ങൾക്ക് പുറത്തു തരും. രണ്ട്, വയുഅഖിറകും ഇലാ അജലിൻ മുസമ്മാ, വയുഅഖിറകും അവൻ നിങ്ങളെ പിന്തിച്ചിടുകയും ചെയ്യും. യുഅഖിറകും നിങ്ങൾക്ക് അവൻ അവധി നൽകും, പിന്തിച്ചിടും. ഇലാ അജലിൻ മുസമ്മാ ഒരു നിശ്ചിത അവധി വരെ, ഒരു നിശ്ചിത അവധി വരെ പടച്ചവൻ നിങ്ങൾക്ക് ഈ ദുനിയാവിൽ എന്ത് ചെയ്യും? ജീവിക്കാനുള്ള അവസരം ഒരുക്കി തന്നിട്ടുണ്ട്. അതും നിങ്ങൾ കണക്കിലെടുക്കണം. അപ്പൊ ഒന്ന്, നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരിക എന്നതാണ് റബ്ബിലേക്ക് അടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ നേട്ടം. മാത്രമല്ല, രണ്ടാമത്തേത്, അള്ളാഹു നിശ്ചയിച്ച അവധി വരേക്കും റബ്ബ് എന്ത് ചെയ്യുന്ന പറഞ്ഞത്? നിങ്ങൾക്ക് അവധി നിശ്ചയിച്ച് തരികയും ചെയ്യും, നീട്ടിയിട്ട് തരികയും ചെയ്യും. യുഅഖിറുക്കും അവൻ നിങ്ങളെ പിന്തിപ്പിച്ചിടും, ഇലാ അജലിൻ മുസമ്മ ആ നിശ്ചിത അവധി വരേക്കും. അപ്പൊ അങ്ങനെയുള്ള ആ റബ്ബിലാണ് നമ്മൾ സംശയിക്കുന്നത് അല്ലേ? അപ്പൊ ആലോചിച്ച് നോക്കും നിങ്ങൾ, ഇസ്ലാമിന്റെ കാര്യങ്ങളിൽ സംശയിക്കുന്ന ആളുകൾ, റബ്ബിന്റെ കൽപ്പനകളെ ലംഘിക്കുന്ന ആളുകൾ, അവർ ചിന്തിക്കേണ്ടത് എന്താണ്? ആകാശങ്ങളെയും ഭൂമിയെയും ഒക്കെ മാതൃക കൂടാതെ സൃഷ്ടിച്ച പടച്ചവന്റെ കൽപ്പനയെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? നിഷേധിക്കുന്നത്. മാത്രമല്ലല്ലോ, ആകാശങ്ങളും ഭൂമിയല്ല, ഒമാ ബൈനഹുമ അവ രണ്ടിൻ്റെ ഇടയിലുണ്ട്, ഒമാ തഹ്ത സറ ഭൂമിക്കടിയിലുള്ളത്. ഇതൊക്കെ പടച്ച റബ്ബിനെ നിഷേധിക്കുക എന്ന് പറയുമ്പോൾ എത്ര വലിയ നന്ദികേടാണ് കാണിക്കുന്നത് എന്ന് ആലോചിക്കേണ്ടതില്ലേ എന്ന്. അപ്പോൾ ആ റബ്ബിനെ നിങ്ങൾ സംശയിക്കുകയാണോ? അപ്പം ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പ് പഠിച്ചാൽ, അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ തന്നെ റബ്ബിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് എന്ത് ചെയ്യും? ബോധ്യപ്പെടും. ആ റബ്ബിൻ്റെ കൽപ്പനകൾക്ക് അനുസരിച്ച് ജീവിക്കേണ്ടതിൻ്റെ ബാധ്യത, ആ ഉത്തരവാദിത്വം അവന് ബോധ്യപ്പെടുകയും ചെയ്യും. പക്ഷെ ഖാലു അവർ പറഞ്ഞു. ആര് പറഞ്ഞു? സത്യനിഷേധികളായ ആളുകൾ വീണ്ടും പറഞ്ഞു പ്രവാചകന്മാരോട്, ഇന്നത്തും ഇല്ല ബശറും മിസുലുന, ഇന്നത്തും തീർച്ചയായിട്ടും നിങ്ങൾ ഇല്ല ബശറും മനുഷ്യരാണ്, മിസുലുന ഞങ്ങളെപ്പോലുള്ള മനുഷ്യന്മാരാണ്. നിങ്ങൾക്ക് എന്താ പ്രത്യേകത? നിങ്ങളും ഞങ്ങളും ഒരുപോലെയാണ്. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നു, ഞങ്ങളും ഭക്ഷണം കഴിക്കുന്നു. നിങ്ങൾ കുടുംബജീവിതം നയിക്കുന്നു, ഞങ്ങളും കുടുംബജീവിതം നയിക്കുന്നു. നിങ്ങളും അങ്ങാടിയിൽ ഇറങ്ങുന്നു, ഞങ്ങളും അങ്ങാടിയിൽ ഇറങ്ങുന്നു. അങ്ങനെ ഞങ്ങളെപ്പോലുള്ള മനുഷ്യന്മാരല്ലേ നിങ്ങൾ? നിങ്ങൾക്ക് എന്താണ് ഞങ്ങളെക്കാൾ ഒരു മികവുള്ളത്? ഇന്നത്തും ഇല്ല ബശറും മിസ്ലുന പോരാ, തുരീദൂന നിങ്ങൾ ഉദ്ദേശിക്കുന്നു, നിങ്ങൾ പ്രവാചകന്മാരാണ് എന്ന വാദമുന്നയിച്ച് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അന്തസുദ്ദൂന ഞങ്ങളെ തടയാനാണെന്ന്. സ്വദ്ദ എന്ന് പറഞ്ഞാൽ തടഞ്ഞു എന്നാ. അന്തസുദ്ദൂന നിങ്ങൾ ഞങ്ങളെ തടയാൻ ഉദ്ദേശിക്കുന്നു. എന്തിൽ നിന്ന് തടയാൻ ഉദ്ദേശിക്കുന്നു? അമ്മാ കാന യഅ്ബുദു ആബാഉനാ, അമ്മാ കാന യഅ്ബുദു ആരാധിച്ചിരുന്നതിൽ നിന്ന്, ആബാഉന ഞങ്ങളുടെ പൂർവീകന്മാർ. അപ്പൊ ഞങ്ങളുടെ പൂർവീകന്മാർ
ആരാധിച്ചിരുന്നതിൽ നിന്ന്, അവരെ ആരാധിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ തടയാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഫഅ്തൂന, നീ ഞങ്ങൾക്ക് കൊണ്ടുവന്നു തരിക. എന്താണ്? ഞാൻ വിളിച്ചോണ്ട് വരണം. ഫഅ്തൂന, നീ ഞങ്ങളുടെ അടുക്കലേക്ക് വരിക. ബിസുൽത്താനിൻ മുബീൻ, ബിസുൽത്താനിൻ, തെളിവുമായിട്ട്. സുൽത്താൻ പ്രമാണം, തെളിവ്. മുബീൻ, വ്യക്തമായ പ്രമാണവുമായിട്ട് നീ ഞങ്ങളുടെ അടുക്കൽ വാ. അപ്പൊ പ്രവാചകന്മാർ തിരിച്ചു ചോദിച്ചു. എന്താ ചോദ്യം? ആകാശങ്ങളെയും ഭൂമിയെയും ഒക്കെ സൃഷ്ടിച്ച റബ്ബിനെയാണോ നിങ്ങൾ തള്ളിക്കളയുന്നത്? ആ റബ്ബ് ഞങ്ങളിലൂടെ നിങ്ങൾക്ക് നൽകിയ തെളിവുകളെയാണോ നിങ്ങൾ ധിക്കരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴേ അവരുടെ മറുപടി എന്തായിരുന്നു? മാത്രമല്ല, റബ്ബ് നിങ്ങൾ എന്തിനാ ക്ഷണിക്കുന്നത്? നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരുന്നതിന് വേണ്ടി. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു നിശ്ചിത അവധി വരെ നിങ്ങളെ പിന്തിപ്പിച്ചിടാനും വേണ്ടിയാണ്. ഇലാജലി മുസമ്മ വഖാലു, അപ്പൊ അവര് ചോദിക്കുന്നത് ഇനന്തുമില്ല. അപ്പൊ അവര് പറഞ്ഞെന്താ? ഇനന്തുമില്ല ബശറും മിസ്ലുന, ഞങ്ങളെപ്പോലുള്ള മനുഷ്യരല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? തുരീദൂന തസുദ്ദൂന അമ്മാ കാന യഅ്ബുദു ആബാഉന, ഞങ്ങളുടെ പൂർവികന്മാർ ആരാധിച്ചിരുന്ന ആരാധ്യന്മാരിൽ നിന്ന് ഞങ്ങളെ തടയാനാണ്. അങ്ങനെ തടയാൻ പറ്റിയ വല്ല തെളിവും നിങ്ങളുടെ അടുക്കലുണ്ടെങ്കിൽ ഫഅ്തൂന, നിങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ ഹാജരാക്കുക. ബിസുൽത്താനിൻ മുബീൻ, വ്യക്തമായ വല്ല തെളിവുണ്ടെങ്കിൽ ഹാജരാക്കി. അല്ലേ? എന്താ തെളിവ്? എന്താ തെളിവ്? നിങ്ങൾക്ക് കൊണ്ടുവരാനുള്ള തെളിവ് കൊണ്ടുപോവാ പ്രവാചകന്മാരോട്. തെളിവെമ്പാടും അവരെന്ത് ചെയ്തിട്ടുണ്ട്? കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ കാണിച്ചു കൊടുത്താലും ആ തെളിവൊന്നും അംഗീകരിക്കാതെ അതിൽ വിശ്വസിക്കാതെ വീണ്ടും അവരുടെ ചോദ്യം എന്താണ്? തെളിവ് ഹാജരാക്കുക എന്നാണ്. അപ്പൊ കാലത്തിലും റുസുലുഹും, അവരുടെ ദൂതന്മാർ അവരോട് പറഞ്ഞു, ഇന്നഹ്നു ഇല്ലാ ബശറുൻ മിസ്ലുക്കും, ഞങ്ങൾ നിങ്ങളെപ്പോലുള്ള മനുഷ്യന്മാർ മാത്രമാണ്. ശരിയാണ്, നിങ്ങൾ പറഞ്ഞ എന്താണ്? നിങ്ങളെപ്പോലുള്ള മനുഷ്യന്മാർ തന്നെയാണ് ഞങ്ങളും. പക്ഷെ വലാകിന്നല്ലാഹ, എന്നാൽ അല്ലാഹു യമുന്നു, അനുഗ്രഹം ചെയ്തിട്ടുണ്ട്. മന്ന യമുന്നു, അനുഗ്രഹം ചെയ്തു. അലാ മൻ യശാഉ മിൻ ഇബാദിഹി, അവൻ ഉദ്ദേശിച്ച അവന്റെ അടിമകളുടെ മേൽ അവൻ അനുഗ്രഹം ചൊരിഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞങ്ങളെ പ്രവാചകന്മാരായി അള്ളാഹ് എന്ത് ചെയ്തിട്ടുണ്ട്? തെരഞ്ഞെടുത്തിട്ടുണ്ട്. നിങ്ങളെക്കാൾ അള്ളാഹു ഞങ്ങൾക്ക് മികവ് നൽകിയിട്ടുണ്ട്, ഞങ്ങളെ പ്രവാചകന്മാരായി ദൂതന്മാരായി തെരഞ്ഞെടുത്തതിനാൽ. അതാണ് പ്രവാചകന്മാർ പറഞ്ഞത്. യമുന്നു, ആ റബ്ബ് അനുഗ്രഹം ചൊരിയും. അലാ മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവരുടെ മേൽ, മിൻ ഇബാദിഹി, അവന്റെ അടിമകളിൽ നിന്ന്. വമാ കാന ലനാ, മാ കാന ലനാ, എന്നിട്ട് ആ പ്രവാചകന്മാർ പറഞ്ഞു, ഞങ്ങൾക്ക് സാധ്യമല്ല. മാ കാന ലനാ, ഞങ്ങൾക്ക് സാധ്യമല്ല. അന്നഅ്തിയക്കും, നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരുക എന്നത്. ബിസുൽത്താനിൻ, ഒരു തെളിവ്. സുൽത്താൻ, തെളിവ്. അവരെന്താ പറഞ്ഞത്? സുൽത്താൻ തെളിവ് കൊണ്ടുവരണമെന്നാ പറഞ്ഞത് അല്ലേ? ഫഅ്തൂന ബിസുൽത്താൻ എന്ന അവരുടെ ആവശ്യം. എന്നാൽ ഞങ്ങൾക്ക് പ്രത്യേകമായ തെളിവ് നിങ്ങളുടെ മുമ്പിൽ ഹാജരാക്കാൻ സാധ്യമല്ല. ഇല്ലാ ബീദിനില്ലാ, അള്ളാന്റെ കൽപ്പന ഇല്ലാതെ, റബ്ബിന്റെ നിർദ്ദേശം ഇല്ലാതെ, റബ്ബിന്റെ കൽപ്പന കൂടാതെ നിങ്ങൾ ആവശ്യപ്പെടുന്ന സമയത്ത് പ്രത്യേക തെളിവുകൾ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന തെളിവുകൾ നിങ്ങളുടെ മുമ്പിൽ ഹാജരാക്കാൻ ഞങ്ങൾക്ക് എന്തല്ല, സാധ്യമല്ല എന്ന് ആ പ്രവാചകന്മാർ അവരെ ബോധ്യപ്പെടുത്തി. പോരാ, വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, വഅലല്ലാഹ്, അല്ലാഹുവിലാണ്, ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ എന്ത് ചെയ്യേണ്ടത്? ഭരമേൽപ്പിക്കേണ്ടത് അല്ലാഹുവിലാണ്. അപ്പം ഒരു ചോദ്യവും മറുപടിയും എന്നുള്ള രീതിയിലാണ്. സത്യനിഷേധികൾ ഇങ്ങോട്ട് പറയുന്നു, പ്രവാചകന്മാർ അങ്ങോട്ട് മറുപടി കൊടുക്കുന്നു. അപ്പൊ സത്യനിഷേധികളുടെ വാദം എന്തായിരുന്നു? നിങ്ങൾ ഞങ്ങളെപ്പോലുള്ള മനുഷ്യരാണ്,
ശരിയാണ്, ഞങ്ങൾ നിങ്ങളെപ്പോലുള്ള മനുഷ്യരാണ്, പ്രവാചകന്മാർ അംഗീകരിച്ചു കൊടുത്തു. എന്നാൽ അതുപോലെ സത്യനിഷേധികൾ ആവശ്യപ്പെട്ടത് നിങ്ങൾ പ്രത്യേക തെളിവ് സുൽത്താൻ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം, കൊണ്ടുവന്ന് തരണം. പക്ഷെ അങ്ങനെ അള്ളാഹുവിന്റെ അനുമതി കൂടാതെ, കൽപ്പനയില്ലാതെ പ്രത്യേകമായ തെളിവുകൾ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരാൻ ആർക്ക് സാധ്യമല്ല? ഞങ്ങൾക്ക് സാധ്യമല്ല. ഞങ്ങൾക്ക് ഒരിക്കലും അതെന്തല്ല, സാധ്യമല്ല. പക്ഷെ ഞങ്ങളെ അള്ള എന്ത് ചെയ്തിട്ടുണ്ട്? അനുഗ്രഹം ചൊരിഞ്ഞിട്ടുണ്ട്. കാരണം അള്ള തന്റെ അടിമകളിൽ ചിലർക്ക് കൂടുതൽ എന്ത് ചെയ്തിട്ടുണ്ട്? യമുന്നു, അനുഗ്രഹം ചൊരിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഞങ്ങൾക്കും അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വിശ്വാസികൾ എന്ന നിലയിൽ ഞങ്ങൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നു. എന്നിട്ട് അവരുടെ ചോദ്യം എന്താ? ചോദ്യം വമാലന, ഞങ്ങൾക്ക് എന്താ തടസ്സമുള്ളത്? വമാലന പ്രവാചകന്മാരുടെ ചോദ്യമാണ്, വിശ്വാസികളുടെ ചോദ്യം. ഞങ്ങൾക്ക് എന്താ തടസ്സമുള്ളത്? അല്ലാനെ തവക്കല, തവക്കുലാക്കുന്നതിന്, ഭരമേൽപ്പിക്കുന്നതിന്, അലല്ലാഹി, അള്ളാഹുവിന്റെ മേൽ. അല്ലെ, നൂലിലോ ഏലസിലോ തകിടിലോ കോഴിമുട്ടയിലോ കരിക്കിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ രൂപങ്ങളിൽ കരിങ്കണ്ണ നോക്ക് എന്നൊക്കെ പറഞ്ഞ് തവക്കുലാക്കുന്നതിന് പകരം യഥാർത്ഥ ഇസ്ലാമിക ആദർശം അനുസരിച്ച് അള്ളാഹുവിൽ, സൃഷ്ടിച്ച നാഥനിൽ ഭരമേൽപ്പിക്കുന്നതിന്, തവക്കുലാക്കുന്നതിന് ഞങ്ങൾക്ക് എന്തു തടസ്സമുള്ളത്? അങ്ങിൽ ഭരമേൽപ്പിക്കാതിരിക്കാൻ എന്തു ന്യായമാണ് ഞങ്ങളുടെ ഉള്ളിലുള്ളത്? കാരണം വഖദ് ഹദാന സുബുലന, വഖദ് ഹദാന, ഞങ്ങൾക്ക് നേർമാർഗം കാണിച്ചത് ആ റബ്ബാണ്. സുബുലന, ഞങ്ങളുടെ ഈ മാർഗത്തിൽ. അതുകൊണ്ട് വലനസ്ബിറന്ന, വലനസ്ബിറന്ന, ഞങ്ങൾ ക്ഷമിക്കുക തന്നെ ചെയ്യും. അലമാതൂന, നിങ്ങൾ ഞങ്ങളെ ഉപദ്രവിക്കുന്ന കാര്യത്തിൽ ഞങ്ങളുടെ ആശയം വിട്ടുപോണ പ്രശ്നമില്ല. ഞങ്ങളെ നിങ്ങൾ ഉപദ്രവിക്കുന്ന, ആദൈത്തുമൂന, നിങ്ങൾ ഞങ്ങളെ ഉപദ്രവിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ ക്ഷമ കൈക്കൊള്ളുക തന്നെ ചെയ്യും. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. അല്ലേ, വഅലല്ലാഹ്, അതുകൊണ്ട് അള്ളാഹുവിന്റെ മേൽ ഫല്യതവക്കലിൽ മുതവക്കിലൂൻ, ഭരമേൽപ്പിക്കുന്നവർ ആരിൽ ഭരമേൽപ്പിക്കട്ടെ? അള്ളാഹുവിൽ ഭരമേൽപ്പിക്കട്ടെ. സാങ്കേതിക വിദ്യയിൽ ഭരമേൽപ്പിച്ചിട്ട് കാര്യമില്ല, പണത്തിൽ ഭരമേൽപ്പിച്ചിട്ട് കാര്യമില്ല, അധികാര കേന്ദ്രങ്ങളിൽ ഭരമേൽപ്പിച്ചിട്ട് കാര്യമില്ല, വേറെ എവിടെയും ഭരമേൽപ്പിച്ചിട്ട് കാര്യമില്ല. ഭരമേൽപ്പിക്കേണ്ടത് എവിടെയാണ്? വഅലല്ലാഹി ഫല്യതവക്കലിൽ മുതവക്കിലൂൻ. അപ്പൊ പ്രവാചകന്മാർ ആ ഒരു സന്ദേശത്തിൽ അവർ ഉറച്ചു നിന്നു. നിങ്ങൾ ഉപദ്രവിച്ചാലും ശരി, ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ എന്ത് ചെയ്യും? പറയുക തന്നെ ചെയ്യും. പ്രവാചകന്മാർ എന്ന നിലയിൽ നിങ്ങളെക്കാൾ പടച്ചവൻ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകിയിട്ടുണ്ട്. ആ റബ്ബിന്റെ കൽപ്പനകൾ ഞങ്ങൾ സമൂഹത്തെ ബോധ്യപ്പെടുത്തുക തന്നെ ചെയ്യും. ഉപദ്രവം വന്നാൽ ഞങ്ങൾ അതിൽ ക്ഷമിക്കും. അപ്പം ഒരു 2 ആയത്തും കൂടി വായിച്ചാൽ നമുക്ക് നിർത്താം. അപ്പൊ സത്യനിഷേധികളുടെ മറുപടി എന്തായിരുന്നു? വായിച്ചോക്ക്. വഖാലല്ലദീന കഫറു, അർത്ഥം പറഞ്ഞോളി. വഖാലല്ലദീന കഫറു, സത്യനിഷേധികളായിട്ടുള്ള ആളുകൾ പറഞ്ഞു, ലിറുസുലിഹിം, അവരുടെ പ്രവാചകന്മാരോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ലനുഖരിജന്നകും മിൻ അർദിന. അത് ശരി, നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ പറയില്ലേ? ഞങ്ങൾ ഉപദ്രവിച്ച നിങ്ങൾ ക്ഷമ കൈക്കൊള്ളൂല്ലേ? നിങ്ങൾ നിങ്ങളുടെ റബ്ബിൽ തവക്കുലാക്കൂല്ലേ? എന്നാ ഒന്ന് കാണണം. ലനുഖരിജന്നകും മിൻ അർദിന, ഞങ്ങളെ നാട്ടിൽ നിങ്ങളെ ഞങ്ങൾ എന്ത് ചെയ്യും? പുറത്താക്കും. ലനുഖരിജന്നകും, ഒന്ന് കാണണം, നിങ്ങളെ പുറത്താക്കുക തന്നെ ചെയ്യും. മിൻ അർദിന, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് നിങ്ങളെ ഞങ്ങൾ പുറത്താക്കും. അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ മടക്കി കൊണ്ടുവരിക തന്നെ ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾ മടങ്ങി വരണം. ഫി മില്ലത്തിന, ഞങ്ങളുടെ മാർഗത്തിലേക്ക്. ഫി മില്ലത്തിന ഗർവാപ്പസി, ഞങ്ങളെ മാർഗത്തിലേക്ക് നിങ്ങൾ മടങ്ങി വരണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ പോണം. രണ്ടാളൊന്ന് ക്ഷമിച്ചു ഇവിടെ തന്നെ കൂടില്ലേ? നടക്കൂല കൂട്ടരെന്ന്. വിശ്വാസികളായ പ്രവാചകന്മാരോട് ആ നാട്ടിലെ സത്യനിഷേധികൾ വീരവാദം മുഴക്കി. അപ്പൊ സ്വാഭാവികമായിട്ടും നേരത്തെ അവരെന്താ പറഞ്ഞത്? ഞങ്ങൾ റബ്ബിൽ ഭരമേൽപ്പിക്കുന്നല്ലേ. വല്ല ആ ഈദാവും വന്നാൽ, ഉപദ്രവവും വന്നാൽ ഞങ്ങൾ ക്ഷമിക്കുക തന്നെ ചെയ്യും, ഞങ്ങൾ റബ്ബിൽ ഭരമേൽപ്പിക്കുക തന്നെ ചെയ്യും. അങ്ങനെ
ഇവരുടെ വീരവാദത്തിന്റെ മുമ്പിൽ, ഇവരുടെ ഉപദ്രവങ്ങളുടെ മുമ്പിൽ അവർ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് മുന്നോട്ട് പോയപ്പോൾ റബ്ബുഹും, അവരുടെ റബ്ബ് അവർക്ക് നിർദ്ദേശം നൽകി. പ്രവാചകന്മാർക്ക് റബ്ബ് നിർദ്ദേശം നൽകി. എന്താ നിർദ്ദേശം നൽകിയത്? ലനുഹ്ലിക്കന്ന ളാലിമീൻ, ളാലിമീങ്ങളെ ഞാൻ എന്ത് ചെയ്യും? നശിപ്പിക്കുക തന്നെ ചെയ്യും. ലനുഹ്ലിക്കന്ന, ഞങ്ങൾ നശിപ്പിക്കുക തന്നെ ചെയ്യും. അൽവാലിമീൻ, വാലിമീങ്ങളായിട്ടുള്ള ആളുകളെ ഞങ്ങൾ എന്ത് ചെയ്യും? നശിപ്പിക്കുക തന്നെ ചെയ്യും. അപ്പൊ നിങ്ങളെ പുറത്താക്കുന്നു പറഞ്ഞ ടീമുണ്ടല്ലോ, ആ ടീമിനെ ഞാൻ നശിപ്പിച്ചോളാം, ഞാൻ കൈകാര്യം ചെയ്യും. പോരാ, അടുത്ത ഓഫർ എന്താ? നിങ്ങൾ വലനുസ്കിനന്നക്കും, എന്നിട്ട് നിങ്ങളെ ഞാൻ താമസിപ്പിക്കുക തന്നെ ചെയ്യും. വല നുസ്കിനന്നക്കും, ഊന്നി പറയാം, നിങ്ങളെ ഞാൻ താമസിപ്പിക്കുക തന്നെ ചെയ്യും. അല്ല ആ നാട്ടിൽ തന്നെ മിമ്പാദിഹിം, അവർക്ക് ശേഷം. അപ്പൊ രണ്ട് ഓഫറാണ്. ഒന്നുങ്ങളെ പുറത്താക്കുന്നല്ല പറഞ്ഞത്, ഒന്നുങ്ങളെ കൈകാര്യം ചെയ്യുന്നല്ല പറഞ്ഞ്. ശരി, ഇങ്ങളെ കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞവരെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ കൈകാര്യം ചെയ്തോളാം. പടച്ചോൻ പ്രവാചകന്മാർക്ക് വഴി നൽകി. രണ്ട് നിങ്ങളെ പുറത്താക്കുന്നല്ലേ, നിങ്ങളെ പുറത്താക്കുന്നു പറഞ്ഞാൽ ആ നാട്ടിൽ തന്നെ അവരെ നശിപ്പിച്ചതിന് ശേഷം നിങ്ങളെ ഞാൻ അവിടെ എന്ത് ചെയ്യും? ജീവിപ്പിക്കുകയും ചെയ്യും. പക്ഷെ എല്ലാവർക്കും കിട്ടുക കിട്ടൂല. അവിടെയാണ് നമ്മൾ അടിവരടേണ്ട പോയിന്റ്. അവിടെയാണ് ذَلِكَ, ഈ ഓഫർ ലഭിക്കുക ലിമൻ ഖാഫ മഖാമി, എന്റെ വിചാരണയെ ഭയപ്പെടുന്നവർക്കാണ്. വഖാഫ വഈദ്, എന്റെ താക്കീദിനെ പേടിക്കുന്നവർക്കേ ഈ ഓഫർ കിട്ടുള്ളൂ. അപ്പൊ ഇന്ത്യൻ സമൂഹം എന്താ ചെയ്യേണ്ടത്? ഇന്ത്യൻ മുസ്ലിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ വിചാരണയെ ഭയപ്പെട്ട് അവരുടെ ജീവിതത്തെ നന്നാക്കി തീർക്കണം. വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവ. അതാണ് ഇന്ന് മുസ്ലിം സമൂഹത്തിന് ഇല്ലാത്ത. പടച്ചോൻ എന്ന ചോദ്യം ചെയ്യുമെന്ന ബോധം തീരല്ല. അവിടെയാണ് പ്രശ്നം അല്ലേ? ലഹരിയിൽ നിന്ന് കാടൻ അറബികൾ എങ്ങനെ മോചിതരായത്? പടച്ചോനെ കുറിച്ചുള്ള ബോധം ഉണ്ടായപ്പോഴാണ്. പക്ഷെ ലഹരിക്ക് അടിമപ്പെട്ട എത്ര ടീമുണ്ട്? ിനെതിരെ റബ്ബിന്റെ സഹായം ലഭിക്കണോ? വ്യക്തി അള്ളാഹുവിന്റെ വിചാരണയെ ഭയപ്പെട്ട് ജീവിക്കുന്നവനായിരിക്കണം. അള്ളാഹുവിൻ്റെ താക്കീതുകളെ മുഖവിലക്കെടുത്ത് അതിനനുസരിച്ച് ജീവിതത്തെ നന്നാക്കണം. അത് കുടുംബമാണെങ്കിലും സമൂഹമാണെങ്കിലും സംഘടനയാണെങ്കിലൊക്കെ ഈ രണ്ട് പോയിന്റ് റബ്ബ് പറഞ്ഞ ഈ രണ്ടു കാര്യങ്ങൾ ജീവിതത്തിലുണ്ടോ, റബ്ബിൻ്റെ സഹായം ഉണ്ടാവും. ذَلِكَ لِمَنْ خَافَ مَقَامِي وَخَافَ وَعِيدِ. അടുത്ത ആയത്തിൽ പറയുന്നത് പ്രവാചകന്മാർ തുറവിക്ക് വേണ്ടി തേടി എന്നാ പറഞ്ഞത്. വസ്തഫ്തഹു, അവർ അള്ളാഹുവിനോട് തുറവിക്ക് വേണ്ടി തേടി, അഥവാ വിജയത്തിന് അപേക്ഷിച്ചു. അങ്ങനെ വഹാബ, പരാജയപ്പെട്ടു. കുല്ല ജബ്ബാരിൻ അനീദ്, അഹങ്കാരികളും ധിക്കാരികളുമായിട്ടുള്ള എല്ലാ സത്യനിഷേധികളും എന്ത് ചെയ്തു? പരാജയപ്പെട്ടു. അനീദ് എന്ന് പറഞ്ഞാൽ ധിക്കാരി അല്ലെങ്കിൽ ദുർവാശിക്കാരൻ. ജബ്ബാർ എന്ന് പറഞ്ഞാൽ അഹങ്കാരികൾ. അഹങ്കാരം, ഏറ്റവും വലിയ അഹങ്കാരം സത്യത്തെ മറച്ചു വെക്കുക എന്നതാണ് അഹങ്കാരം. ബത്തറുൽ ഹഖ് വഗംതുന്നാസ്, മറ്റുള്ളവരൊക്കെ മോശക്കാരാണ് എന്ന ചിന്ത, സത്യത്തോട് പുറംതിരിഞ്ഞിരിക്കുക. അങ്ങനെയുള്ള എല്ലാ അഹങ്കാരികളെയും എല്ലാ ദുർവാശിക്കാരെയും അള്ളാഹ് നശിപ്പിച്ചു. പ്രവാചകന്മാർ വിജയത്തിന് വേണ്ടി റബ്ബിനോട് തേടി, അവർക്ക് അള്ളാഹ് വിജയം നൽകി. അതാണ് നേരത്തെ പറഞ്ഞ നൂഹ് നബിയുടെ ചരിത്രം, ആദ് നബി സമൂഹത്തിൻ്റെ ചരിത്രം, സമൂദ് ഗോത്രത്തിൻ്റെ ചരിത്രം. ഇനി കൗമു തുബ്ബ എടുത്തു നോക്കിയാൽ, ഷുഐബ് അലൈഹി സ്വലാമയുടെ അസ്ഹാബുൽ ഐക്കത്ത് എടുത്തു നോക്കിയാൽ, ലൂത്ത് അലൈഹി സ്വലാമയുടെ സദൂം ഗോത്രത്തെ പഠിച്ചു നോക്കിയാൽ, ഖാറൂനെ പഠിച്ചാൽ, ഹാമാനെ പഠിച്ചാൽ, ഇതൊക്കെ ഈ കാര്യം നമ്മെ ബോധ്യപ്പെടുത്തും. അതുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പടച്ചവൻ്റെ വിചാരണയെ ഭയപ്പെട്ട്
പടച്ചവൻ്റെ താക്കീതുകളെ മുഖവിലക്കെടുത്ത് ജീവിതത്തെ നന്നാക്കി തീർക്കുക. അങ്ങനെയുള്ള സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹുവെ നീ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ നാഥ. ഞങ്ങളിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണമേ നാഥ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ രോഗങ്ങളെല്ലാം നീ പൂർണ്ണമായി ശിഫയാക്കി കൊടുക്കണമേ നാഥ. മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെയും ഞങ്ങളെയും നീ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ നാഥ. ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഹൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണമേ നാഥ. ഫാഷിസ്റ്റുകളുടെ എല്ലാവിധ കുതന്ത്രങ്ങളെയും പരാജയപ്പെടുത്തി അവരുടെ ഫിത്തനകളിൽ നിന്ന് അവരുടെ ഷറിൽ നിന്ന് ഞങ്ങളെയും കുടുംബത്തെയും രാജ്യത്തെയും രാജ്യക്കാരെയും നീ കാത്തുരക്ഷിക്കണമേ നാഥ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം.